ഞാൻ കിടപ്പാടം വിറ്റു എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ കിടപ്പാടം വിൽക്കാനുള്ള രീതിയിലേക്ക് പോകാം എന്നുള്ളൊരു ഹിൻ്റാണ്. ആദ്യമൊക്കെ ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പം അഹങ്കാരി ആയിരുന്നില്ല. ഇപ്പം ഞാൻ അഹങ്കാരിയാണ്. കാരണം ആണെന്ന് തന്നെ ഞാൻ തന്നെ പറയുകയാണ്. കാരണം എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. സിനിമ നല്ലതാണെങ്കിൽ ആരും എത്ര റിവ്യൂ ചെയ്താലും ഓടും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചാടിക്കയറി വരുന്ന ചീറ്റ് ചെയ്യപ്പെട്ട് വരുന്നതായിരിക്കും. അതല്ല എൻ്റെ പിന്നിലൊരു എന്തെങ്കിലും ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ടാവും. അതിൽ അഭിനയിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ ശ്രീനിയേട്ടനാണ്, ശ്രീനിവാസൻ ചേട്ടൻ. അപ്പോൾ അന്ന് ശ്രീനിവാസൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ സ്റ്റാറായിട്ട് നിൽക്കുക. ഒരു പ്രൊഡ്യൂസറെ എന്ന് വിളിക്കുമ്പോഴേ വന്ന് അഭിനയിക്കാനിരിക്കുകയാണ് മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ. അല്ല, അപ്പോൾ ഈ 1.5 കോടി ആദ്യത്തെ സിനിമയിൽ നിന്ന് പോയത് നമുക്ക് തിരിച്ചു കിട്ടണ ഏറ്റവും എളുപ്പമുള്ള വഴി സിനിമ തന്നെയാണ്. അല്ലെ മോഹൻലാൽ എന്നൊരു നടനെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ആ സിനിമ അന്ന് ഇറക്കേണ്ടിയിരുന്നില്ല, ആ സിനിമ എൻ്റെ കയ്യിൽ വെക്കാമായിരുന്നു. കുറേയൊക്കെ അഭിനയിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രീനിൽ അഭിനയിക്കേണ്ടതൊക്കെ കൂടുതൽ നമ്മൾ പുറത്താണ് അഭിനയിക്കേണ്ടത്, ആൾക്കാരുടെ അടുത്ത്. ഞാൻ ഉള്ള കാര്യങ്ങൾ മൊത്തം നോക്കി പറയും. അതിനെനിക്ക് മടിയില്ലാതായതും ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ്. സിനിമ ഇറങ്ങുന്നിടം വരെയുള്ളൂ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നിർമ്മാതാവും അഭിനേത്രിയുമായ ഷീലു എബ്രഹാമാണ് ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം. താങ്ക് യു. നിർമ്മാതാവായിട്ടാണ് സിനിമാ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനു മുമ്പ് പാലായിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് വളർന്ന് ഒരു നേഴ്സായിട്ട് കുറേ കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലുണ്ടായത്? അത് ആ ജോലിയോടുള്ള ഇഷ്ടം കൊണ്ട് അതിലേക്ക് വന്നതാണോ? നിർമ്മാതാവെന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായി വന്നതൊന്നുമല്ല. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഗ്ലാമർ ഒരു വേൾഡ് ഉണ്ടല്ലോ, അതേ എനിക്കൊന്നും അറിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വരാനുള്ള കാരണം അങ്ങനെ പെട്ടെന്ന് നിർമ്മാതാവായി വന്നത് അങ്ങനെയൊന്നുമല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്കും അങ്ങനെ അല്ലെ ചീറ്റ് ചെയ്യപ്പെട്ട് വരാൻ പറ്റുമായിരിക്കും. ഓരോരുത്തരും നമുക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ തന്ന് അങ്ങനെ വരുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ വന്ന് പെടുന്നവരും പക്ഷേ പാഷനേറ്റ് ആയിട്ട് അതിലേക്ക് വരണം എന്ന് വെച്ച് വരുന്നവരും ഉണ്ട്. ഞാനങ്ങനെ ഇത് രണ്ടിലും പെട്ട് വന്നതല്ല. ഞാനൊരു ഓട്ടോമാറ്റിക്കലി ഒരു ആക്സിഡൻ്റിൽ വന്ന ഒരു ചെറിയൊരു ആർട്ട് ഫിലിം ചെയ്ത് അതിൽ നിന്ന് വന്ന ഒരു ചെറിയ ഇൻഫ്ലുവൻസിൽ നിന്ന് പെട്ടെന്ന് വന്ന ഒരാളാണ്. അഭിനയത്തിലേക്ക് വന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അഭിനയം പക്ഷേ 16 വയസ്സിലൊരു മുഖചിത്രം വന്നതിൽ നിന്ന് കുറേ ഓഫേഴ്സ് വന്നിരുന്നു. അപ്പോൾ അത് 16 വയസ്സിലാണ്. അപ്പോൾ അന്ന് ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നും മോഡലിങ്ങിൽ നിന്നും സീരിയൽസിൽ നിന്നൊക്കെ കുറച്ച് ഓഫേഴ്സ് വന്നിരുന്നു. അതൊന്നും വീട്ടിൽ നിന്ന് വിട്ടില്ല. എന്നാണ് നേഴ്സിങ്ങിന് പോകുന്നത്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കൂല. നമുക്ക് പണ്ട് വരുന്ന ഓഫറുകളും നമുക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളും ഒക്കെ അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ പിന്നീട് ഇതിലേക്ക് വരാനുള്ള ഒരു റീസൺ മേ ബി നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നത്. അതല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും ഒരിക്കലും ആരും അങ്ങനെ ചാടിക്കയറി വരുന്ന ചീറ്റ് ചെയ്യപ്പെട്ട് വരുന്നതായിരിക്കും. അതല്ല എൻ്റെ പിന്നിലൊരു എന്തെങ്കിലും ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സത്യത്തിൽ നിന്ന് വന്നതാണ്. ഭർത്താവ് എബ്രഹാം മാത്യു, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, സിനിമാ നിർമ്മാതാവാണ്. അപ്പോൾ വിവാഹശേഷം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. സിനിമാ മേഖലയോട് ഒന്നും മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. സിനിമ എന്നൊക്കെ പറയുന്നൊന്നും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും പോകാൻ ഒരു സാധ്യത, നമുക്ക് അങ്ങനെ ഒരു ഗുരുനാഥന്മാരോ അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് വിളിക്കാൻ അങ്ങനെ ആ ഒരു സാധാരണ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ഈസി ആയിട്ട് വരാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും സിനിമയിൽ ഒരു വലിയൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവർക്ക് ഈസിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും സിനിമാ മേഖലയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് അതൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. ഓട്ടോമാറ്റിക്കലി ഈ ഒരു മുഖചിത്രം വന്നപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ എന്നെ അതിലേക്ക് ക്ഷണിക്കുവാണ്, എന്നെ വിളിക്കുന്നു. അപ്പോൾ അന്നേരം നമുക്കതൊരു ചാൻസ് അല്ലേ, അതൊരു വലിയൊരു കാര്യമല്ലേ. നമ്മൾ ആ ഒരു കാലത്ത് നമ്മളെ അതിലേക്ക് വിളിക്കുന്നതെന്ന് പറയുന്ന ഒരു മുഖചിത്രം കണ്ടിട്ട് അങ്ങനെ വന്ന ഒരു താല്പര്യം തന്നെയാണ്. ആ താല്പര്യം എനിക്ക് നടക്കാതെ പോയി. അതിന് ഞാൻ പറഞ്ഞു വന്നത്. പിന്നീട് അത് ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു ബിസിനസ്സുകാരനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ട് ഫിലിം ചെയ്തു. ആ ആർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറാണ് ഒരു സിനിമയെ പറ്റി നമ്മളോട് പറയുന്നത്. അങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ നമുക്ക് സിനിമാ മേഖലയെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് സിനിമ ചെയ്താണ് നമുക്ക് ധാരണയുണ്ടായി. ഇപ്പം എനിക്കെല്ലാം അറിയാം. ഇപ്പം നമ്മൾ എന്താണ് സിനിമ, എന്താണ് അഭിനയം, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് ഡയറക്ഷൻ, എന്താണ് ക്യാമറ, എവറിത്തിങ് അതിൻ്റെ പിന്നിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എവറിത്തിങ് എനിക്കറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും ഒരു നടിയും കൂടെ ആവുക എന്ന് പറഞ്ഞാൽ അധികം ആരും ചെയ്യാത്തൊരു കാര്യമാണ്.
താങ്കൾക്കും വളരെ ചുരുക്കം ആളുകൾക്കും മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അത് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു രസകരമായ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൂടുതൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ്. രസകരമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളൊരു നടിയായിട്ട് മാത്രം നിൽക്കുമ്പോഴായിരിക്കും. നമുക്ക് വേറെ ഒന്നും അറിയണ്ടാണല്ലോ. ആരെങ്കിലും നമ്മളെ വിളിക്കുക, പേയ്മെൻറ്റ് കിട്ടും, എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യും. ഒരു വെള്ളക്കുപ്പി പോലും നമുക്ക് കിട്ടും, നമുക്കൊന്നും മുടക്കണ്ട. പ്ലസ് അതിൻ്റെ ടെൻഷൻസ് ഇല്ല. ട്രാൻസ്പോർട്ട് എവരിത്തിങ് നമ്മളെ വന്ന് വിളിക്കുക, കൊണ്ടുവിടുക, എല്ലാം തരും. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും. അതും ഇതും തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ആ കൊടുക്കുന്നതിൻ്റെ ടെൻഷനും ഒപ്പം ഞാൻ അഭിനയിക്കുന്നത് മാറ്റി നിർത്ത്. അഭിനയിക്കുന്നതാണെങ്കിലും അതിനകത്ത് ഇപ്പം എന്തിനു കയറി അഭിനയിക്കുന്നു എന്ന് ചോദിക്കുമായിരിക്കും. മേ ബി ചിന്തിച്ചോ അതിനകത്തുനിന്ന് ഒരു 10 ലക്ഷം രൂപ ലാഭിക്കാൻ തന്നെ കൂട്ടിക്കും. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോള് ഞാൻ എന്തിനാണ് 10-20 ലക്ഷം രൂപ കൊടുത്ത് വേറെ ആൾക്ക് കൊടുക്കുന്നത്? അങ്ങനെ ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് കാണുന്നല്ല ഒരു സിനിമ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ എല്ലാവർക്കും കൊടുക്കുകയാണെന്നുള്ളൊരു പോയിന്റാണ് പറഞ്ഞു വന്നിരുന്നത്, ആ ബുദ്ധിമുട്ടിനെ പറ്റി. തീർച്ചയായിട്ടും അത് കൊടുക്കുക മാത്രമല്ല, നമ്മൾ ഇവരെയൊക്കെ ഹാപ്പിയാക്കണം. അവരുടെയൊക്കെ എന്താ പറയുക, അവർക്ക് ഡിസ്കംഫോർട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെയൊക്കെ കംഫർട്ടാക്കി അവരെ ഷൂട്ടിന് റെഡിയാക്കി ഓരോ ദിവസങ്ങളും നമ്മൾ ഇവരുടെ ആ ഒരു കംഫർട്ട് നോക്കണം. നടന്മാരുടെ എല്ലാം അവർക്കിടെ പരാതികളോ എല്ലാം ഉണ്ടാവുമല്ലോ ഒരു സെറ്റിൽ. എല്ലാവർക്കും കംപ്ലയിൻറ്റ്സ് വരാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മേഖലയാണ്. അവർ നോക്കുമ്പം അവർക്കത് കിട്ടിയില്ല, അല്ലെ ഇന്ന ഒരു ഫെസിലിറ്റി കിട്ടിയില്ല, അല്ലെ ഇന്ന പ്രശ്നം വന്ന് ഇന്ന സമയത്ത് അത് നടന്നില്ല. പക്ഷെ നമ്മളതെല്ലാം നടത്താനായിട്ട് എന്താണ് പറയുന്നത്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഈസി അല്ല. പിന്നെ പലരും ഇപ്പം ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2013 ഞാൻ ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ 12 വർഷം തികഞ്ഞു. അപ്പോൾ ഈ 12 വർഷം പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, 12 വർഷം കൊണ്ട് ഞങ്ങൾ 15 സിനിമകൾ ഞങ്ങളുടെ ബാനർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പേര് വന്ന് പോയിട്ടുള്ളവരുണ്ടാവും. ഒരു പടം 2 പടം ചെയ്ത് ഇതിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെയും എൻ്റെ കമ്പനി, എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു ക്രെഡിബിലിറ്റി തന്നെയാണ്. ഞാൻ ഇന്നും ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ. ഇപ്പം ഷീലു തന്നെ പറഞ്ഞിട്ടുണ്ട്, അബ മൂവീസ് ആദ്യം ചെയ്ത സിനിമ നല്ലതായിരുന്നെങ്കിലും അതിന് സാമ്പത്തികമായി വിജയം ഉണ്ടായിട്ടില്ല, അത് നിങ്ങളെ ഒരുപാട് ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത്. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാനും അതിൽ നിന്നുണ്ടായ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് പിന്നീട് അടുത്ത സിനിമ ചെയ്യുന്നത്? ആദ്യത്തെ സിനിമ സത്യം പറഞ്ഞാൽ ഒരു ബോധമില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് കയറിയതാണ്. സിനിമ എന്താണെന്നോ അല്ലെ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യാതെയാണ് ഞങ്ങൾ വന്ന് കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു ഡയറക്ടർ, ഒരു ആർട്ട് ഫിലിം ചെയ്യുന്ന ഡയറക്ടർ നമ്മളോട് പറഞ്ഞൊരു സിനിമയുണ്ട്, 1.5 കോടിയാണ് അതിൻ്റെ മുതൽ മുടക്ക്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ. അപ്പോൾ അന്ന് ശ്രീനിവാസൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പം ഭയങ്കര വലിയ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ, അപ്പോൾ ശ്രീനിവാസൻ ചേട്ടൻ്റെ പേരായിട്ട് ലെന വരുന്നു, പിന്നെ വേറെ ശ്രീത ശിവദാസ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ, പ്രവീണ, കുറേ ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. അപ്പോൾ 1.5 കോടി. അപ്പോൾ 1.5 കോടി മുടക്കി കഴിഞ്ഞാൽ അതിന് തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം പൈസ വരും, സാറ്റലൈറ്റ് റൈറ്റ്സ് അത്യാവശ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളോട്. അപ്പം നമ്മളതങ്ങ് വിശ്വസിക്കുവാണ്, ഇതൊക്കെ ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ ആ സിനിമ ചെയ്യുന്നു. പക്ഷേ സിനിമ ഒട്ടും ഓടാതെ പോയി. ആ പടം 1.5 കോടി മുടക്കിയത് മൊത്തം പോയി. അത് ഒരു ഒറ്റ ചാനലുകാരൊന്നും എടുത്തിട്ടുമില്ല. അന്നൊന്നും ഈ പറഞ്ഞ OTT ഒന്നും ഇല്ല, 2013. അപ്പം അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ലോസ് ആയിട്ടുള്ളൊരു പടം. തിയേറ്ററിൽ റിലീസ് ചെയ്തു, അത് ഓടിയതുമില്ല. അപ്പോൾ 1.5 കോടി അവിടെ പോയി. പിന്നീട് നമ്മൾ സിനിമ ഇത് മൊത്തം പോയല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നും ഇല്ല ഇൻ ദ സെൻസ് ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല, മുടക്കിയത് പോയി. അപ്പോൾ വീണ്ടും നമ്മളൊരു പുതിയ പ്രൊഡ്യൂസർ വന്ന് ഒരു സിനിമയിൽ കാലെടുത്ത് വയ്ക്കും. അന്ന് അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ല. ആ ഉള്ളവരൊക്കെയുള്ള ഇപ്പം വന്നുകൊണ്ടിരിക്കണ പോലെ ഇങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് പൈസ മുടക്കാനൊന്നും അന്നത്തെ കാലത്തില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ പിന്നെയും കഥകളുമായിട്ട് വീണ്ടും ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രോച്ച് വരുമല്ലോ. അപ്പോൾ അടുത്ത ഒരു സിനിമയുമായിട്ടുള്ളൊരു അപ്രോച്ച് വരുന്നു. അതാണ് ഷീ ടാക്സി എന്ന് പറഞ്ഞ സിനിമ. അത് നമ്മൾ ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ അത് അതിനകത്ത് കാസ്റ്റിംഗ് ആയിട്ട് വരുന്ന കാവ്യ മാധവൻ്റെ ഒരു തിരിച്ചുവരവ്. കാവ്യ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം കാവ്യയെ തിരിച്ചു കൊണ്ടുവരുന്നു. അനൂപ് മേനോൻ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. അങ്ങനെ അത് ചെയ്യുന്നു. അതിൻ്റെ ഒരു മുതൽ മുടക്കെന്ന് പറയുന്നത് 2.5 കോടിയിൽ എന്ന് പറഞ്ഞു തുടങ്ങിയ പടമാണ്. പക്ഷേ അത് നമ്മളുടെ ഒരു പിടിപ്പുകടം തന്നെ ഞാൻ പറയുള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി അറിയാതെ പോയത്. സിനിമ എന്താണെന്നും സിനിമയിൽ എങ്ങനെ നമ്മൾ
കൺട്രോൾ ചെയ്യണമെന്നും നമ്മുടെ കയ്യിലാണ് ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുന്ന പോലെയാണ് സിനിമ എന്ന് മനസ്സിലാകാതെ പോയതും ഒക്കെ അതിനകത്ത് വന്നൊരു പാളിച്ചയാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, ഇവിടെ ഇത്ര നിർത്തിയാൽ മതി, ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്താൽ മതി, അങ്ങനെയാണ് ചെയ്താൽ മതി എന്ന് പറയാനുള്ള ആ ഒരു ഇത് വന്നത് നമ്മളൊരു 4-5 സിനിമകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അതുവരെ അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ വേണം ഇതിങ്ങനെ വേണമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുവാണ്. അതങ്ങനെ ആണേലാണെന്നാണ് നമുക്കറിയില്ല, സിനിമ അറിയില്ല, നമ്മൾ ഓരോന്നിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷീ ടാക്സിയുടെ മുടക്കുമുതൽ എന്ന് പറയുന്ന ഒരു 4.5 കോടി വരെ എത്തി. പക്ഷെ അത് അത്യാവശ്യം ഓടിയ പടമാണ്. പടത്തിന് അത്യാവശ്യം അഭിപ്രായം വന്നു, പടം തിയേറ്ററിൽ അത്യാവശ്യം ഓടി, അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ സൂര്യ TV എടുക്കുന്നു. അപ്പം എങ്കിലും നമുക്കത് ലോസാണ് അവസാനം വരുമ്പം. എന്തുകൊണ്ടാണ് അത് 2.5 കോടിയിൽ നിർത്തിയിരുന്നെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ഈവൻ ആവുമായിരുന്നു, നമുക്ക് ലാഭം വരുമായിരുന്നു. പക്ഷെ അത് പോയി നിന്നത് എവിടെയാണ്? 4.5 കോടിയിലാണ്. അന്ന് 4.5 കോടി എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. അന്ന് ഈ 1.5 കോടിയൊക്കെ മതി ഒരു സിനിമയ്ക്ക്. 2, 2.5, 4.5 കോടിയൊക്കെ അന്നത്തെ കാലത്ത് 2013 നല്ല സിനിമയാണ് 4.5 കോടി മുടക്കിയാൽ. അപ്പോൾ അവിടെ ആരുടെ പിടിപ്പുകേടാണ്? നമ്മൾക്ക് സിനിമ അറിയാതെ പോയതിൻ്റെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നമ്മൾ വീഴുവാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കത് ലാഭമാകുമായിരുന്നു. അങ്ങനെയാണ് ഷീ ടാക്സി ചെയ്യുന്നത്. ഇപ്പം സാധാരണഗതിയിൽ നിങ്ങൾക്ക് സിനിമ മാത്രമല്ല വേറെ ബിസിനസ്സുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ 1-2 സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പായും അല്ലെങ്കിൽ അതിന് ലാഭം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന വേണ്ട, ഇത് അടുത്ത എന്തെങ്കിലും പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നല്ലേ വിചാരിക്കുന്നത്. വീണ്ടും എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അല്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് പോയല്ലോ. അപ്പോൾ ഈ 1.5 കോടി ആദ്യത്തെ സിനിമയിൽ നിന്ന് പോയത് നമുക്ക് തിരിച്ചു കിട്ടണ ഏറ്റവും എളുപ്പമുള്ള വഴി സിനിമ തന്നെയാണ്. ഈ 1.5 കോടി ഒറ്റയടിക്ക് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ സിനിമയല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായി എന്ന് വെച്ചോ, ഇത് ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ നമുക്ക് കിട്ടും ഒരു പടം ക്ലിക്കായാൽ. പോകാനാണെങ്കിൽ മൊത്തം പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഗാംബ്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അന്നും നമ്മൾ ഷീ ടാക്സി ചെയ്യുമ്പോഴും നമുക്ക് ലാഭമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്തുകൊണ്ടാണ്? 4.5 കോടി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ പടത്തിൽ നിന്ന് നമ്മൾ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്ത് പിടിച്ചാൽ നമുക്ക് ലാഭം വരും. അപ്പോൾ ഈ പോയ 1.5 കോടി അല്ലെങ്കിൽ ഈ ഷീ ടാക്സിയിൽ നിന്ന് പോയ ബാലൻസ് എമൗണ്ട് ചിലപ്പോൾ ഒരു 3 കോടി രൂപ നമുക്ക് ചിലപ്പോൾ അടുത്തൊരു പടത്തിൽ കിട്ടുമായിരിക്കും എന്ന് നമ്മൾ നമ്മുടെ ഒരു ബിസിനസ് മൈൻഡിൽ, ബിസിനസ് ആണല്ലോ, നമ്മൾ ചിന്തിക്കുവാണ്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആണ് ആ 2 പടവും ലോസ് എന്ന് വിചാരിച്ചു, ഷീ ടാക്സിയും അതും. അപ്പോൾ മൊത്തം കൂടി ഒരു 3 കോടി രൂപ പോയി എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനൽ എന്ന് പറയുന്ന ചിത്രം ചെയ്യാനായിട്ട് ഒരു ഡയറക്ടർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. അത് മോഹൻലാലാണ് അതിൽ ഹീറോ. അപ്പം നമ്മളൊന്നും ചിന്തിക്കില്ലല്ലോ. മോഹൻലാൽ ഭയങ്കര എന്താ പറയുക, മുടക്കുമുതൽ പോയിട്ട് നമുക്ക് തിയേറ്ററിൽ നന്നായിട്ട് ഓടും, സാറ്റലൈറ്റ്സ് റൈറ്റ്സ് ഉണ്ട്, ഭയങ്കര ഇതിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് അത്യാവശ്യം ബഡ്ജറ്റ് കൂടിയൊരു പടമാണ്. അന്നത്തെ കാലത്ത് ഒരു 5.5 കോടി ഒക്കെ ആയിട്ടുണ്ട്, 6 കോടിയോളം കനലിനായിട്ടുണ്ട്. 5 പിടിച്ചു, 5.5. അങ്ങനെ അത് ചെയ്താൽ നമുക്ക് അത്യാവശ്യം പൈസ തിരിച്ചു വരും എന്നുള്ളൊരു ബിസിനസ് മൈൻഡ് നമ്മൾ അതിൽ കാണുന്നു. ഇതിൽ നിന്ന് പോയത് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ വേറെ ബിസിനസ്സിൽ കൂടെ പെട്ടെന്ന് പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പം നല്ലൊരു ഓഫറാണ് അത്. മോഹൻലാൽ എന്ന ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബാനർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അബാ മൂവീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെപ്പോഴും പൈസ പോകുന്നേക്കാൾ കൂടുതൽ നമ്മൾ ആ ബാനറിൻ്റെ ഒരു ഗുഡ് വില്ല്, ഒരു ഗുഡ് നെയിം അതും കൂടെ നോക്കുമല്ലോ. നമ്മൾ എന്തിനാണ് സിനിമയിൽ എല്ലാവരും വരുന്നത്? എന്തിനാണ്? ഇതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഗുഡ് വില്ല്, നെയിം, ഫെയിം ഒരു വലിയ മാറ്ററാണ്. നമ്മൾ പൈസ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ആൾക്കാർ അതിലേക്ക് വരുന്ന, ആകൃഷ്ടരാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും അഭിനയിക്കാൻ വരുന്നതും പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവരും ഡയറക്റ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ എന്തിനാണ് വരുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ഒരു നെയിമും ഫെയിമും ആ ഒരു ഗ്ലാമർ ഫീൽഡ്, എല്ലാവരും നോക്കുന്ന ഒരു മേഖല, അതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ പൈസ മാത്രം നോക്കിയാണ് നമുക്ക് വേറെ എന്തെല്ലാം പരിപാടികൾക്ക് പോവാം. അപ്പം ഇതെല്ലാം കൂടെ നിൽക്കപ്പം നമ്മളൊരു കമ്പനി ഉണ്ടാക്കി വെച്ചു. നമ്മൾ അത്യാവശ്യം വെൽ നോൺ ആയി വരുന്നു. ഷീ ടാക്സി ചെയ്തോടുകൂടിയിട്ട് നമ്മളെ അത്യാവശ്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അബാ മൂവീസ് അറിഞ്ഞു. അങ്ങനെ വന്നാണ് നമ്മൾ കനൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. ആ പടം പക്ഷേ നമുക്ക് ലോസ് അല്ലായിരുന്നു, അത് ബ്രേക്ക് ഈവനായ പടമാണ്. ആ പടം ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ അങ്ങനെ വലിയ ഒരു ഓളമൊന്നും സൃഷ്ടിച്ചില്ല. പക്ഷേ മോഹൻലാൽ ആയതുകൊണ്ട് അതിലും ഒരുപാട് കഥയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സും, അല്ലെ മോഹൻലാൽ എന്നൊരു നടനെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ആ സിനിമയിൽ ഓഡിയൻസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും നമ്മൾ പഠിച്ചു, സിനിമ എന്താണെന്ന് പഠിച്ചു. പക്ഷേ നമുക്കതിൽ ബ്രേക്ക് ഈവനായി, അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റും വന്നു അതിനകത്തുനിന്ന്. പക്ഷേ എങ്കിലും ഈ പോയ പൈസ അതിലും കവറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. എങ്കിലും നമുക്ക് കുറച്ച് പ്രോഫിറ്റ് വന്നു.
അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവായി. ഓക്കെ. ഇപ്പം മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ജയറാം, അനുപമേനൻ, അതുപോലെ വലിയ വലിയ സ്റ്റാറുകളൊക്കെ തന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു സ്റ്റാർ വാല്യൂ നമ്മളെ ഈ സിനിമാ വ്യവസായത്തിലുള്ള ഈ ഒരു പങ്കിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ആ ഒരു സ്റ്റാർ പിന്നീട് നമ്മൾ പ്രോപ്പർ പ്രൊഡ്യൂസറായി മാറുവാണ്. കനലൊക്കെ ചെയ്തോടുകൂടി നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയി ഇതെന്താണ്. അപ്പോൾ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്താൽ നമ്മളിപ്പോൾ ഇത്ര മുടക്കിയാൽ നമുക്ക് ഒന്നുമല്ലേലും ബ്രേക്ക് ഈവൻ ആവും എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വൃത്തിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം നമുക്ക് ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് ഗുഡ് വില്ലോട് കൂടി കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ള നമ്മളൊരു ബിസിനസ് മൈൻഡിൽ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് പുതിയ നിയമം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. മമ്മൂക്ക, നയൻതാര. അപ്പോൾ ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല, അത് ഷുവർ ഷോട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നു. പക്ഷെ അത് നമുക്ക് പൈസ വന്നു. ആ സിനിമ അത് ശരിക്കും തിയേറ്റർ ഹിറ്റ് ആവേണ്ട ഒരു സിനിമയാണ്. പക്ഷെ അത് എന്തോ തിയേറ്ററിൽ അത് ഒരു 2 വീക്സാണ് ഓടിയത്. പക്ഷേ വളരെ നല്ല ഒപ്പീനിയൻ വന്നൊരു സിനിമ. പക്ഷെ അത് നന്നായി പോകാമായിരുന്നു കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ സിനിമ കാണുമ്പോൾ അല്ലെ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നത് അത് നന്നായി പോകേണ്ട ഒരു സിനിമ ആണെന്നായിരുന്നു. നന്നായി പോയില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി ഒരു ഹിറ്റാവേണ്ട ഒരു പടമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് നല്ല പൈസ വന്നു. അപ്പം ഈ പോയ പൈസയെല്ലാം അവിടെ നമ്മൾ തിരിച്ചു കിട്ടി. അപ്പം പിന്നെ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ സിനിമ പഠിച്ച് നമ്മൾ അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്നാണ് നമ്മളിപ്പോഴും ഇപ്പം എത്തി നിൽക്കുന്ന ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് സിനിമകൾ അത് കഴിഞ്ഞ് 15 സിനിമകളോടായല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് അത്യാവശ്യം ഇതിൽ വരുംവരായ്വുകളൊക്കെ അറിയാം നമുക്ക്. ഇപ്പോൾ ഒരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നടൻ, അദ്ദേഹത്തിന് അധികം റോളുകളില്ല, വരിക അഭിനയിക്കുക എന്നുള്ളൊരു ജോലി ചെയ്താൽ മതി. അതുപോലെ ഡയറക്ടർക്ക് അയാളുടെ ജോലി ചെയ്താൽ മതി. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ ജോലി, അത് എന്താണ് ശരിക്കും ഒരു പ്രൊഡ്യൂസർ ചെയ്യുക എന്നുള്ളത് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? ഏറ്റവും ഈസി ആയി പറഞ്ഞു. അല്ല, ഇതിൽ പ്രൊഡ്യൂസറുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത് ചെറിയ ഒരു ജോലിയല്ല. ഇതിൽ ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ തൊട്ട് അതിനകത്തൊരു ആക്ടറെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് ഈ ആക്ടറും റെഡി ആവണം. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മൾ ഒരു പ്രൊഡ്യൂസറെ എന്ന് വിളിക്കുമ്പോഴേ വന്ന് അഭിനയിക്കാനിരിക്കുകയാണ് മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ. അല്ല, അവരെല്ലാം അവരുടെ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്ത് പോകുന്നവരാണ്. അവർ അടുത്ത പടത്തിൽ ഏത് പടത്തിൽ ചെയ്താൽ അവർക്ക് ഇപ്പമുള്ള വാല്യൂ താഴേക്ക് പോകാതിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റും. എല്ലാവരും ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നടന്മാരുൾപ്പെടെ, പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ, ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ഒരാൾ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുപോലെ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് ഒരു സിനിമ ചെയ്ത് അവരുടെ ഹിറ്റായി നിൽക്കുമ്പോൾ അവർ അടുത്ത സിനിമ അതിൻ്റെ മുകളിലുള്ളതേ അവരെടുക്കുകയുള്ളൂ. ഒരു ആക്ടർ വന്ന് നമ്മുടെ കമ്പനിയിൽ അഭിനയിക്കാൻ വരുന്നത് തൊട്ട് ഒരു പ്രൊഡ്യൂസർ അവിടെ വിജയിക്കുവാണ്. വിജയം തുടങ്ങുന്ന ഒരു ആക്ടർ നമ്മുടെ കമ്പനിയിൽ പടം ചെയ്യാൻ സൈൻ ചെയ്യുന്നത് തൊട്ടാണ് ഓക്കെ ഇന്ന ആക്ടറെ വെച്ചാണ് സിനിമ ചെയ്യുന്നത്. അവിടെ നമ്മൾ വളരുവാണ്, ഇന്ന ആളെ വെച്ച് പടം ചെയ്തോ എന്നുള്ളത്. അപ്പോൾ അവിടെ തൊട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ ജോലി അങ്ങ് തുടങ്ങുവാണ്. പിന്നെ അങ്ങോട്ട് ഇത് കാസ്റ്റിങ്, അതിൻ്റെ പൈസ മുടക്കുന്ന, അതിൻ്റെ ലൊക്കേഷൻസ്, ഇതിൻ്റെ എല്ലാത്തിനകത്തും ഒരു പ്രൊഡ്യൂസർ ആ സിനിമ ഷൂട്ട് ചെയ്ത് കഴിയാൻ പിന്നെ എളുപ്പമാണ്. ഒരു നല്ലൊരു ആക്ടറുടെ ഡേറ്റ് കിട്ടിയാൽ നമുക്ക് ഷൂട്ടിങ് ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആൾക്കാർ കൺട്രോളേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും ഡേറ്റ് ഒക്കെ എടുത്ത് അതെല്ലാം അവർ മാനേജ് ചെയ്തോളും. നമ്മൾ കാശ് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ മതി. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇത് ഷൂട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ടെൻഷനാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്യുക എന്നുള്ളത്. ഈസി അല്ല. അതിന് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആളെ കിട്ടണം. ഡിസ്ട്രിബ്യൂഷന് എല്ലാവരും കുറച്ച് എടുക്കാൻ തയ്യാറാവത്തില്ല. അത് ഞങ്ങൾ ഈ പടം ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം അവരെല്ലാം ഒത്തിരി സിനിമ ഒരാഴ്ച തന്നെ ചിലപ്പോൾ 6-7 സിനിമകൾ 8 സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തിയേറ്റേഴ്സ് കിട്ടത്തില്ല. തിയേറ്റേഴ്സ് പിന്നെ ഈ നടന്മാരുടെ വാല്യൂ നോക്കിയിട്ടായിരിക്കും ആ സിനിമ ഞങ്ങൾക്ക് വേണ്ട. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് എനിക്കിപ്പോൾ ഫീൽ ചെയ്ത് നിൽക്കുന്ന, ഇപ്പം എൻ്റെ ഈ ഒരു ലെവലിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇത് റിലീസ് ചെയ്ത് ഇത് തിയേറ്ററിൽ മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇത് ഇറക്കി ഇതിൻ്റെ പൈസ ഒന്ന്, പിന്നെ ഇതിൻ്റെ OTT ഒന്ന് വിൽക്കണമെങ്കിൽ, ഇതിൻ്റെ സാറ്റലൈറ്റ് ഒന്ന് വിൽക്കണമെങ്കിൽ നമ്മൾ കയറി ഇറങ്ങി ഇത് ഒരു ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇരുന്ന് ഇത്രയും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇതിനകത്തൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേ സ്ട്രഗിൾ എടുത്തിട്ടാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ. അപ്പോൾ ഇത് പൈസ ഇല്ലാതെ നമ്മൾ കടമെടുത്തിട്ടും ഒക്കെയാണ് ചെയ്യുന്നവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി.
നമ്മുടെ കയ്യിലൊരു എമൗണ്ട് ഇല്ല മുടക്കാൻ. നമ്മൾ പലയിടത്തുനിന്ന് വാങ്ങിയും പലിശക്കെടുത്തും നമ്മുടെ വീട് പണയപ്പെടുത്തിയൊക്കെ സിനിമ ചെയ്യുന്നവരുണ്ട്. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഒന്നും തിരിച്ചു കിട്ടത്തില്ല. ഈ മുടക്കി ഇപ്പോൾ 5 കോടി മുടക്കിയെന്ന് വെച്ചോ, ഈ 5 കോടിയും പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആരും സഹതപിക്കത്ത് പോലും ഇല്ല. നിങ്ങളോട് ആരാണ് പടം എടുക്കാൻ പറഞ്ഞത്? ആ പടം എടുത്ത് പൊട്ടി നശിച്ചുപോയി എന്നേ പറയുള്ളൂ. അതാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഈ കഴിഞ്ഞിടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് എന്താ പറയുക, ഷീലുവിന് ഭയങ്കരമായി സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആ സിനിമ ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് പണയം വെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് എടുക്കുന്നത്? എനിക്ക് ഇത് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ എടുക്കുന്നത്. കാരണം മാധ്യമങ്ങളുടെ ആ ഒരു സാധനം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ആരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല ഇത് നേരാണോ, അല്ലെ ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത സത്യസന്ധമാണോ എന്ന് ചോദിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളുടെ ഒരു തെറ്റ്. സത്യസന്ധമല്ലാതെ തന്നെ വാർത്തകൾ ചുമ്മാതെ അങ്ങ് എവിടെയെങ്കിലും കാണുന്നത്, അല്ലെ ഞാനിങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ എങ്ങനെ പറഞ്ഞു, അത് മൊത്തം കാണാതെയാണ് ഓരോരുത്തർ വാർത്ത കൊടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഫുൾ ഇൻ്റർവ്യൂവിൽ വളരെ രസകരമായ രീതിയിൽ എനിക്ക് വന്ന 2 സിനിമകൾ നഷ്ടമായിരുന്നു. ഒരു 10-15 കോടി അങ്ങ് പിടിച്ചു. ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് പറയുകയാണ്. ആ നഷ്ടത്തെ ഞാൻ അവതരിപ്പിച്ചത് രസകരമായ രീതിയിലല്ല. ഒരു സിനിമ ഇറക്കുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെയാണ്, പടക്കം വരുന്നു, അടുത്ത പടക്കം, ഇതും പൊട്ടും, അങ്ങനെയാണ് നമ്മളേലേക്ക് അടിച്ചേൽപ്പിക്കുവാണ്. ഇത് പൊട്ടുമായിരിക്കും, പൊട്ടും. അപ്പം ഞാനതിനെ എന്നെ തന്നെ സെൽഫ് ട്രോൾ ചെയ്തതാണ്. പക്ഷേ ഈ നഷ്ടം എന്ന് പറയുന്നത് നഷ്ടം തന്നെയാണ്. അതും ഞാൻ ഒരു രസകരമായ രീതിയിൽ, ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരു പ്രൊഡ്യൂസറാണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് സേഫായിട്ട് സിനിമയിൽ നിന്ന് നഷ്ടം വന്നാലും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ സിനിമ എടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് 15 വർഷം ഇവിടെ നിൽക്കാൻ 15 സിനിമകൾ ചെയ്യാം, 15 അല്ല 13 വർഷം നിന്ന് സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ വേറൊരു സാധാരണ പ്രൊഡ്യൂസർ ഇപ്പോൾ എവിടെന്നെങ്കിലും പൈസ കടമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതാണ്. അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ചെങ്കിൽ 15 കോടി പിടിച്ചു, അല്ലെ 10 കോടി പിടിച്ചു, 12 കോടി പിടിച്ചു, അത് ഒറ്റയടിക്ക് പോയി എന്ന് വെച്ചാൽ എന്താവും അവരുടെ അവസ്ഥ? ഇപ്പം ഞാൻ അങ്ങനെയും കൂടെ ഓർത്തിട്ട് എന്നെ തന്നെ സെൽഫ് ട്രോൾ ചെയ്താണ്. ഞാൻ എല്ലാം വിറ്റു, സിനിമ എടുത്തെല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും നശിക്കാനുള്ള ഒരു സാധനമാണത്. അത് നമ്മൾ തിരിച്ചുണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? ഇപ്പോൾ എൻ്റെ ഒരു സിനിമ തിയേറ്ററിലുണ്ട് 3rd വീക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ചെറിയ സിനിമയാണ്. ആ സിനിമ നമ്മൾ 50 തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിനകത്തുനിന്ന് എനിക്ക് ഒരിക്കലും ഇത്ര സിനിമ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അല്ലെ അതുപോലെ സൂപ്പർ ഹിറ്റായി ഭയങ്കരമായിട്ട് ഓടണം, 100 കോടി ക്ലബിലൊക്കെ കയറണം. 100 കോടി ക്ലബ്ബിൽ കയറിയാലും പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയായിരിക്കും എന്നുള്ളത്, അതിൻ്റെ എത്ര % കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്കത് തിരിച്ചു കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞത്, മറ്റുള്ളവർക്കും കൂടെ ഒന്ന്, ഇനി വരാൻ പോകുന്ന പ്രൊഡ്യൂസേഴ്സ് എന്നെ പോലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോട്ടെ. കിടപ്പാടമൊക്കെ പോവും. പക്ഷെ ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് പറയുന്നതിലും നല്ലത്. അപ്പം എൻ്റെ കൂടെ ഇരുന്ന് ധ്യാനും അനൂപേട്ടനും കൂടെ അതിനെ വളരെ രസകരമായ രീതിയിൽ അതിനെ ഒരു ട്രോൾ രൂപേണ ഞങ്ങൾ 3 പേര് എൻജോയ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണത്. എന്നും പറഞ്ഞ് ഞാൻ കിടപ്പാടം വിറ്റു എന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേ കിടപ്പാടം വിൽക്കാനുള്ള രീതിയിലേക്ക് പോകാം എന്നുള്ളൊരു ഹിൻ്റാണ്. സിനിമകൾ സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ അതില്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥകൾ വരും എന്ന് ഞാനൊന്ന് ഒരു ഹാസ്യരൂപേണ അങ്ങനെ അവതരിപ്പിച്ചതാണ്. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് മാധ്യമങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഒരു രീതിയിലാണ് ന്യൂസ് വന്നത്. ഞാൻ അതിനെ മാറ്റി പറയാനും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. ഈ സാധാരണഗതിയിൽ ഒരു സ്ത്രീ അവർ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പാർഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അധികമാരുമില്ലാത്ത ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഷീലു പിടിച്ചു നിൽക്കുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും മാറ്റി നിർത്തലുകളോ അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിളുകളോ എന്തെങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തലൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. നമ്മളിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ മാറ്റി നിർത്തലുകളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. ഇതൊക്കെ നമ്മളെങ്ങനെയാണ് അതിനകത്ത് നിൽക്കുന്നത്? നമ്മൾ ഇറങ്ങി ചെല്ലണം. നമുക്ക് വേണോ നമ്മൾ അങ്ങോട്ട്, അല്ലാതെ ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരില്ല. ഇപ്പോൾ സിനിമ നമുക്ക് ചെയ്യണോ, നമ്മൾ ഇറങ്ങണം. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരും, അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാവരും വരും. അത് പക്ഷേ എന്തെങ്കിലും ഒരു കുരുക്കായിരിക്കും. അതല്ലാതെ നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇറങ്ങുക തന്നെ വേണം. അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളെ അങ്ങനെയൊന്നും മാറ്റി നിർത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോഴും ഇവിടെ നിൽക്കേണ്ടി വരില്ലല്ലോ. എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല മേഖലകളിൽ നിന്നൊക്കെ നമ്മളായിട്ട് മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് വേണേൽ ഇറങ്ങിച്ചെല്ലാം. പക്ഷേ എനിക്ക് പറ്റുന്ന സാധനത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുള്ളൂ, പറ്റാത്തടത്തേക്ക് ഞാൻ ചെല്ലില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലാൻ റെഡിയാണെങ്കിൽ നമ്മളെ ആരും മാറ്റി നിർത്തില്ല. മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ റിസർവ്ഡായിട്ട്
നമുക്ക് അതിലേക്ക് താല്പര്യമില്ലാതിരിക്കുമ്പോഴാണ് മാറ്റി നിർത്തപ്പെടുന്നത്. ഓക്കെ. പിന്നെ കുറേയൊക്കെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡിപ്ലോമാറ്റിക്കലി പോവുകയും ചെയ്യണം. സിനിമാ മേഖല എപ്പോഴും ഒരു ഡിപ്ലോമസിയുടെ ഒരു ഇതാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചീത്ത വിളിക്കാൻ തോന്നിയാലും പറയാതിരിക്കുക, നമുക്ക് ദേഷ്യമാണെങ്കിലും ചിരിച്ചു കാണിക്കുക, കുറേയൊക്കെ അഭിനയിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രീനിൽ അഭിനയിക്കേണ്ടതൊക്കെ കൂടുതൽ നമ്മൾ പുറത്താണ് അഭിനയിക്കേണ്ടത് ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ നിൽക്കുന്നവരെ ആരും മാറ്റി നിർത്തില്ല. ഈ മാറ്റി നിർത്തുന്ന എപ്പോഴാണ് നമ്മൾ ജെന്യുവൻ ആകുമ്പോഴും മുഖത്ത് നോക്കി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഒക്കെയാണ് ഈ മാറ്റി നിർത്തപ്പെടുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനും അങ്ങനെ ഒരു എന്താ പറയുക, ഈ അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണ്. ഞാൻ ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അതിനെനിക്ക് മടിയില്ലാതായതും ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം ആരും ആരെ ഫേവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരും എന്നെ സഹായിച്ചിട്ടില്ല. എനിക്ക് ആരുടെയും മുന്നിൽ നിങ്ങൾ സഹായിച്ചിട്ടാണല്ലോ ഞാൻ നിൽക്കണേ എന്നൊരു വിധേയത്വത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. വിധേയരായി നിൽക്കുക എന്ന് പറയില്ലേ, നമുക്കൊരു ആ സാധനം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തലയുയർത്തി നിന്ന് എവിടെയും സംസാരിക്കാനും എവിടെയും കയറി ചെല്ലാനും ആരുടെ അടുത്ത് നിന്ന് സംസാരിക്കാനും എനിക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മെൻ്റൽ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് മതി നമ്മൾക്ക് മുന്നോട്ട് നന്നായി പോകാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻഡസ്ട്രിയിൽ ആരെയും വെറുപ്പിക്കാതിരിക്കുക കഴിയുന്നതും അതുകൊണ്ട് കേട്ടോ, ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് ഒരു പ്രൊഡ്യൂസറായിട്ടും അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാത്തത്? ഹസ്ബൻഡ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ അമ്മയിലുണ്ട്. അമ്മയിലുള്ള ആൾക്കാർക്ക് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പറ്റില്ല. അങ്ങനെയുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വിജയബാബുവും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അമ്മയിലുണ്ട്, അദ്ദേഹം അസോസിയേഷനിലില്ല. ഒരിടത്തേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ അമ്മയിലുണ്ട്, എൻ്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസർ അസോസിയേഷൻ. ഇപ്പോൾ ഒരു സിനിമ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിനെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ വരിക, അതിനെപ്പറ്റി ട്രോളുകൾ വരിക, നെഗറ്റീവായിട്ട് അതിൻ്റെ പ്ലോട്ടുകളെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അത് സിനിമയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അത് ബാധിക്കാതിരുന്നിട്ടും സിനിമകൾ ഓടുന്നുണ്ടോ? അങ്ങനെ ഒരു പരിധി വരെ ചെറിയ സിനിമകളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ ആൾക്കാരിരുന്ന് ഇങ്ങനെ ഒരു നമ്മൾ പറയും, പുറമേ ഒരു ഭംഗിക്ക് പറയും സിനിമ നല്ലതാണെങ്കിൽ ആരും എത്ര റിവ്യൂ ചെയ്താലും ഓടും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സിനിമ നല്ലതാണെങ്കിൽ ഓടും, അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ സത്യത്തിൽ കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളെയൊന്നും ഇത് ബാധിക്കില്ല, റിവ്യൂസ്. അതായത് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഈസിലി എത്തും. ഇങ്ങനെ ഒരു പടം മോഹൻലാലിൻ്റെ വരുന്നുണ്ട്, മമ്മൂട്ടിയുടെ വരുന്നുണ്ട്, ഫഹദിൻ്റെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ആൾക്കാർ നോക്കിയിരിക്കും. പക്ഷെ അതിൻ്റെ താഴെയുള്ള ആക്ടേഴ്സിൻ്റെ ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ, ഒരു 1 ലെവൽ 2 ലെവൽ 3 ലെവൽ ഹൈറാർക്കി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട് ഇതിൽ, എല്ലാത്തിലും ഉണ്ട്. അപ്പം ആ സിനിമകളൊക്കെ വരുമ്പോഴാണ് ഈ ബാധിക്കുന്നത്. കാരണം ആ സിനിമകൾ കാണാനായിട്ട് ആൾക്കാർ പോകുന്നത് എങ്ങനെയാണ്, നല്ല റിവ്യൂസ്, നല്ല ഒപ്പീനിയൻ, മൗത്ത് പബ്ലിസിറ്റി വരുമ്പോഴാണ് ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുള്ളൂ. ചെറിയ സിനിമകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ബഡ്ജറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും ചെറിയവർ വലിയവർ എന്നൊന്നും ഞാനിവിടെ വ്യത്യാസത്തിൽ പറയുന്നതല്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ലെവലുണ്ടല്ലോ, സാറ്റലൈറ്റ് റൈറ്റ്സ് ഉള്ളവർ, അതിൻ്റെ താഴെയുള്ളവർ. അപ്പം നമ്മൾ ചെയ്യുന്ന സിനിമകൾ ചെറിയ സിനിമകളാണെങ്കിൽ അതെത്തിക്കണമെങ്കിൽ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ വാക്കുകൾ അവിടെ ഒരു പരിധി വരെ നന്നായി ബാധിക്കാറുണ്ട്. ഷീല തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെയോ, ഇതുപോലെ ബാഡ് ബോയ്സ് ഇറങ്ങിയ സമയത്ത് സിനിമയും എന്നെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെയൊക്കെ ആളുകൾ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഒരുപാട് ആ സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ കാരണമായിട്ടില്ലേ? ഉണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതെനിക്ക് ഇപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന, അല്ല ഞാൻ വളരെ എന്താ പറയുക, ഒന്ന് നെഗറ്റീവ് അടിക്കുന്ന ഒരു സാധനം ആ സിനിമ ഇറങ്ങിയ സമയമാണ്. അതായത് ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാൻ ആ സിനിമ അന്ന് ഇറക്കേണ്ടിയിരുന്നില്ല, ആ സിനിമ എൻ്റെ കയ്യിൽ വെക്കാമായിരുന്നു, ഓണത്തിൻ്റെ ആ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല എൻ്റെ സിനിമയെന്ന് ഞാൻ ഇപ്പോഴും തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റിയാണ് എനിക്ക് സത്യത്തിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓണത്തിന് കോമ്പറ്റീഷനായിരുന്നു, സിനിമകളുടെ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഉണ്ടാവും. അപ്പം വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെതും മുൻനിര താരങ്ങളുടെയൊക്കെ സിനിമകൾക്കൊപ്പമാണ് നമ്മൾ ഈ സിനിമ ഇറക്കുന്നത്. അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ സിനിമ നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു, ഈ സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു, ആ സിനിമയിൽ അഭിനയിച്ചവർക്കെല്ലാം അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ഓണത്തിന് ഇറക്കണം എന്ന സിനിമ. അപ്പോൾ നമുക്ക് തിയേറ്റേഴ്സ് കിട്ടുന്നു, നമ്മുടെ സിനിമ E4 എൻ്റർടൈൻമെൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സിനിമ ഇറക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 സിനിമകൾ ഹിറ്റായി, ARM കിഷ്കിണ്ട കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓൺലൈൻ മീഡിയസിൽ എല്ലാവരും PR വർക്ക് ചെയ്യുന്നുണ്ട്.
ഇല്ലയെന്നൊന്നും പറയരുത്. എല്ലാവരും ഈവൻ PR വർക്ക് ഓരോ സിനിമകൾക്ക് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കര PR വർക്ക് ചെയ്യുന്ന ഒരു ടീമല്ല നമ്മുടെ സൈഡിൽ നിന്ന്. ഇപ്പം എനിക്ക് വേണ്ടി എനിക്കൊരു PR ടീമില്ല, ഷീലു എബ്രഹാത്തിനൊരു PR ടീമില്ല, നമ്മുടെ സിനിമകൾക്ക് PR ടീമില്ല. നമ്മുടെ സിനിമകൾ ഓൺലൈൻ മീഡിയസിന് ഇത് കൊടുക്കാറുണ്ട്, ഓൺലൈൻ എന്താ പറയുക, പ്രൊമോഷൻ കൊടുക്കാറുണ്ട്, പ്രൊമോഷൻ ടീമിനെ ഏൽപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു PR വർക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് ഇരുത്തി ഇങ്ങനെ പോസിറ്റീവ് എഴുതി. അപ്പം നമ്മളുടെ സിനിമയായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ താഴെ നിന്നിരുന്നത് PR വർക്കിൽ. അപ്പം ബാക്കി 2 സിനിമകൾ അവിടെ കയറി വന്നു. ARMും കിഷ്കിന്ധാണ്ടും ഹിറ്റായി. അപ്പോൾ നമ്മുടെ സിനിമ അവിടെ ഒരുപാട് നെഗറ്റീവും വന്നു. അങ്ങനെ നെഗറ്റീവ് വരേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ആ ഒരു PR ചെയ്ത് ഒത്തിരി നെഗറ്റീവ് അടുപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് നല്ല സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു ഓക്കെ സിനിമയായിരുന്നു. അത് ഒരു മീഡിയം സിനിമയായിരുന്നു. അങ്ങനെ ഒരു മോശം സിനിമയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് അന്ന് ഇറക്കിയത് കൊണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ആ സമയം ആ സിനിമയ്ക്ക് പറ്റിയൊരു സമയമല്ലായിരുന്നു. ഞാൻ അത് ചെയ്ത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നു. ഞാൻ ആ സിനിമകൾക്കൊപ്പം ആ സിനിമകൾ ഇറക്കാൻ പാടില്ലായിരുന്നു. ഒരു സോളോ റിലീസായിട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ആ സിനിമയുടെ സമയത്ത്. അത്രയ്ക്കൊരു സൈബർ അറ്റാക്ക് വരേണ്ടതായിട്ടുള്ളൊരു സിനിമയല്ല അത്. കുറേ ഒമർ ലുലുവിന് എഗനിസ്റ്റായിട്ട് കുറേ സൈബർ അറ്റാക്ക്, പിന്നെ നമ്മുടെ കമ്പനിക്ക് എഗനിസ്റ്റായിട്ട് കുറേ സൈബർ അറ്റാക്ക്, അങ്ങനെ വരേണ്ടതായിട്ടുള്ള ഒരു സിനിമ അല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിറക്കിയ ഞങ്ങളുടെ 2 സിനിമകൾക്കും അത് വരണം. അത് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അറ്റാക്ക് വന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കുറച്ചൊന്ന് സമയം മാറിപ്പോയി. അല്ലെ സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഇല്ലയെന്ന് പറയുമായിരിക്കും എല്ലാവരും, പക്ഷെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഷീലു എബ്രഹാം പറഞ്ഞു നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞതിനെതിരെ ഒമർ ലുലു തിരിച്ച് ആ സമയത്തല്ല പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഈ രവീന്ദ്ര നീ എവിടെയെന്നുള്ള ചിത്രം ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, എന്താ പറയാ, ധ്യാനായാലും ധ്യാനൊക്കെ ആയാലും നഷ്ടപ്പെട്ടു പോയ പണമൊക്കെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിരുന്നോ? അത് ഞാൻ വായിച്ചില്ല ആക്ച്വലി. അത് എന്നോട് ഒരാൾ ഇൻഫോം ചെയ്തപ്പോഴത്തേനും അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ അതെടുത്ത് ആൾക്കാർ സേവ് ചെയ്ത് വെക്കുമല്ലോ, അപ്പം തന്നെ സ്ക്രീൻഷോട്ടുകളെല്ലാം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് അതിനെപ്പറ്റി എന്താണെന്ന് പ്രതികരിക്കാനുള്ളത് അല്ല, അതെനിക്ക് തോന്നിയത്, ഞാൻ അദ്ദേഹത്തെയും അതിൽ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർവ്യൂസിൽ ഇരുന്നിട്ട് പറഞ്ഞല്ലോ ബാഡ് ബോയ്സ് നഷ്ടമായിരുന്നു എന്ന്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രൊഡ്യൂസർ സൈഡിൽ നിൽക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. അത് തന്നെ ഞാൻ പറഞ്ഞ സിനിമാ മേഖല നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് പ്രൊഡ്യൂസർ. സിനിമ ഇറങ്ങുന്നിടം വരെയുള്ളൂ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ഉള്ളൂ. അതിൻ്റെ എക്സാമ്പിളാട്ടോ ഇത്. ആ സിനിമ ഇറങ്ങുന്ന 1 വർഷമാണോ 2 വർഷമാണോ ആ സമയത്ത് ഇവരെല്ലാവരും നമ്മുടെ ഒറ്റ കുടുംബമാണെന്ന് പറയും. ഞങ്ങളെല്ലാം ഒന്നാണ്. അത് ഇറങ്ങി വിജയമായോ അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ പോകും. അല്ലെങ്കിൽ അവരൊന്നും കൂടി നമ്മുടെ കൂടെ നിൽക്കും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നഷ്ടമാണോ അപ്പോൾ തന്നെ ബൈ ബൈ ഹലോ ഞാൻ നിങ്ങളെ അറിയേയില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് സിനിമ മേഖല എന്ന് പറയുന്നത്. അതിൽ ഞാൻ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ തന്നെ കാണുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് കൊടുത്ത് ഷൂട്ട് ചെയ്ത ഒരു പടം ബാഡ് ബോയ്സ് ആണ്. ഡയറക്ടറുടെ അടുത്ത് നോയേ പറഞ്ഞിട്ടില്ല. ഇപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്ത സിനിമകൾക്കൊക്കെ ഞങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സിനോട്. ഇല്ലാതെ തരാൻ പറ്റില്ല, ഇവിടെ ഷൂട്ട് ചെയ്താൽ മതി, ഇത്ര ഫെസിലിറ്റിയിൽ ചെയ്താൽ മതി, ആ ക്യാമറ വേണ്ട, ഇത് മതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്തൊക്കെ ഡയറക്ടർ ചോദിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ആക്ടേഴ്സിന് ഫെസിലിറ്റീസ് കൊടുക്കാവോ അതെല്ലാം കൊടുത്തിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം ആ സിനിമ നഷ്ടമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സാധനമാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മളെ എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കാര്യം കഴിയുമ്പോഴും കഴിഞ്ഞു കഴിഞ്ഞാൽ വിടും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. എനിക്കത് വലിയ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ 10-12 വർഷമായിട്ട് ഇത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സിനിമ കഴിയുന്നിടം വരെയുള്ളൂ എല്ലാവരുടെയും താല്പര്യങ്ങളൊക്കെ. അതല്ല സിനിമ വിജയിക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും. അവർ നമ്മളെപ്പറ്റി ഒരുപാട് നല്ലത് പറയും, ഇങ്ങനെയൊന്നും പറയില്ല. അത് വിജയിക്കാതെ ഇരിക്കുന്നത് പ്രൊഡ്യൂസറുടെ കുറ്റമാണെന്നാണോ ഷെറിൻ വിശ്വസിക്കുന്നത്? അവരുടെയും കുറ്റമല്ലേ, അവരുടെ തന്നെ കുറ്റമാണ്. ഈക്വലി പ്രൊഡ്യൂസറുടെ കുറ്റമല്ല, അവരുടെ കുറ്റമാണ്. അവർ നന്നായി സിനിമ ചെയ്യണമായിരുന്നു, നന്നായിട്ട് എടുത്തു വയ്ക്കണമായിരുന്നു. നമ്മളവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു സിനിമ ചെയ്യാനായിട്ട്. അത് എല്ലാ ഡയറക്ടേഴ്സും, ഒമർ ലുലു മാത്രമല്ല, ഏതൊക്കെ സിനിമകൾ അബാ മൂവീസിൻ്റെ പരാജയപ്പെട്ടിട്ടുണ്ടോ ഈക്വലി ഉത്തരവാദികളാണ് അതിൻ്റെ ഡയറക്ടേഴ്സും അതിൽ പ്രവർത്തിച്ചവരും അഭിനയിച്ചവരും എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഒരു പ്രൊഡ്യൂസറായിട്ട് അഭിനയ രംഗത്തേക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു.
നിങ്ങൾ തന്നെ ചെയ്ത സിനിമകളിലൊക്കെയാണ് ഷീലു അഭിനയിച്ചിട്ടുള്ളത്. ഉം. ഒരു നടി എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കളെ വിലയിരുത്താൻ പറ്റുന്നത്? ഞാൻ പുറത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഉം. ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ ആ. സിനിമ ജയറാമേട്ടൻ്റെ ജയറാമിൻ്റെ. ഹീറോയിനായിട്ട് ഞാൻ വരുന്നു. അത് പുറത്ത് അഭിനയിച്ച ഉം. സിനിമയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ അല്ല. ആ. വേറെ 3-4 സിനിമകൾ ഞാൻ പുറത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായതെന്ന് പറയുന്ന ആടുപുലിയാട്ടമാണ്. ആടുപുലിയാട്ടം. ശ്രദ്ധിക്കാതെ പോയ 3-4 സിനിമകളും ചെയ്തിട്ടുണ്ട്. നടി എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. ഉം. ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പുറത്തുള്ള സിനിമകൾ ചെയ്യാതെ തന്നെ എൻ്റെ ഓൺ സിനിമകളിൽ എനിക്ക് ഹീറോയിനായിട്ടും നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ വിജയം തന്നെയാണ്. ഉം. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സിനിമകളുടെ നിലവാരം കുറയുന്നത് കൊണ്ട് ഇപ്പം ഒരുപാട് സിനിമകൾ ഇതുപോലെ സാമ്പത്തിക നഷ്ടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ എന്തായിരിക്കും ഒരു കാരണം? സിനിമയുടെ ക്വാളിറ്റി ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ കഥകളുടെ പ്രശ്നമാണോ? ക്വാളിറ്റി ഇൻ ദ സെൻസ് ഷെറിന് എന്താ ഉദ്ദേശിച്ചത്? ക്വാളിറ്റിയിൽ എന്താണ് ഉദ്ദേശിച്ചത്? കഥയിലെ ക്വാളിറ്റി ആണോ, അതോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി ആണോ? ഷൂട്ടിങ്ങിന്റെ പ്രശ്നമാണോ, പുതിയ പുതിയ സംഭവങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ പരീക്ഷിക്കാത്തതിന്റെ പ്രശ്നമാണോ? എല്ലാം കൂടെ ഒരു മിക്സ് ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചില സിനിമകൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു സിനിമയായിരിക്കും, വലിയ ആക്ടേഴ്സ് ഉണ്ടാകത്തില്ല, വളരെ കുറഞ്ഞ മുതൽ മുടക്കിലെടുത്ത ചിത്രം സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുഞ്ഞു ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് മുടക്കിയിട്ട് ഒന്നും ആകാതെ പോയ ചിത്രങ്ങളുണ്ട്. 20 കോടിയുടെയൊക്കെ പടങ്ങൾ ഒന്നും ആകാതെ ആരും കാണാതെ പെട്ടിക്കത്തിരിക്കുന്നുണ്ട്. അതിൽ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ ഭയങ്കര വമ്പൻ രീതിയിൽ വന്നിട്ട് ഭയങ്കര ക്വാളിറ്റിയിലൊക്കെ എടുത്തിട്ട് ഭയങ്കര സൈബർ അറ്റാക്കൊക്കെ വന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോവാത്ത ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ ശരിക്കും ഇതെന്താണ്? ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, കഥയാണോ? ചിലപ്പോൾ ചില കഥകൾ വന്നിട്ട് നമുക്ക് OTT കാണുമ്പോൾ തോന്നും, അയ്യോ എന്ത് നല്ല കഥയാണ്, ഇത് തിയേറ്ററിൽ ഓടിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഭാഗ്യം എന്നുള്ള ഒരു ഘടകം ഒരു ഭാഗ്യവും ഉണ്ട്. എന്നാൽ ചിലത് ചിലരിലേക്ക് പെട്ടെന്ന് അങ്ങ് എത്തുവാണ്. ചിലത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ. ഞാൻ എന്നിട്ട് ചില സിനിമകളൊക്കെ പോയി കണ്ടിട്ട് അയ്യോ ഇതെങ്ങനെ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത വന്നിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഹിറ്റായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ്? ഇതെല്ലാം ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്വാളിറ്റിയിലെടുത്താണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബാഡ് ബോയ്സ് ഞങ്ങൾ നല്ല ക്വാളിറ്റിയിലെടുത്ത പടമാണ്. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുതൽ മുടക്കി സ്ക്രീനിൽ കാണാൻ ഭയങ്കര കളർഫുള്ളാണ്, ആർട്ടിസ്റ്റുകളുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ പടം വർക്കായില്ല. അപ്പോൾ എനിക്കിത് കഥയിലായിരിക്കും അതിൻ്റെ പ്രശ്നം. ചിലപ്പോൾ നമ്മൾ കഥ എടുത്തു വെച്ചു എന്ന് വിചാരിച്ചു, അപ്പോൾ ആൾക്കാർ പറയുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ പറയുന്നവർ പറയും ഇത് നല്ല രീതിയിൽ കഥ എടുത്തു വയ്ക്കുക, നല്ല കഥ എടുത്ത് ചെയ്യുക എന്നൊക്കെ പറയും. പക്ഷെ എത്ര നല്ല രീതിയിലെടുത്താലും ചിലപ്പോൾ അത് വർക്കാവില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. കാരണം എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. ഇനിയിപ്പോൾ ഞാനൊരു 50 കോടിയുടെ പടം എടുത്തുകൊണ്ട് വന്നേച്ചാൽ അത് പൊട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതിനും ഒരുപാട് കുറ്റങ്ങളുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടല്ല ഈ പൈസ മുടക്കുന്നത്. ഇത് നമ്മളൊരു കഥ കേട്ടിട്ടാണ് നമ്മളിത് എഗ്രി ചെയ്യുന്നത്. ഇത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എന്താണ് ഈ ക്വാളിറ്റി കൊണ്ട്? അല്ലെങ്കിൽ ഞാൻ ആരെയാണ് അതിൽ ആ കുറ്റം ഞാനാണോ ഏറ്റെടുക്കണ്ടേ ആസ് എ പ്രൊഡ്യൂസർ? അല്ലെ ഞാനതിലൊരു 2 സീനിൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ട് ആ കുറ്റം ഞാൻ ഏറ്റെടുക്കണോ? പ്രൊഡ്യൂസറായിട്ട് നിൽക്കുമ്പോൾ ആരാണ് കുറ്റം ഏറ്റെടുക്കേണ്ടത്? എല്ലാവരും തുല്യ. അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് ഇത് സത്യത്തിൽ ഞാൻ അതുകൊണ്ട് ഇപ്പം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് മച്ചുവേർഡായി, ഞാൻ ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഇപ്പം വന്നിട്ട് ഏത് വലിയ ഡയറക്ടർ വന്ന് എന്നോട് കഥ പറയാൻ വന്നാലും ഞാൻ അവരെ ഒരു പരിധി കവിഞ്ഞിട്ട് ഞാൻ അവരിൽ വിശ്വസിക്കില്ല. കാരണം എനിക്കറിയാം ഇവർക്കും ഈ പറഞ്ഞതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഇവരിത് എടുത്തു വെച്ചേച്ച് പകുതി എടുത്ത് കളയും, എഡിറ്റ് ചെയ്ത് കളയും. അല്ല ഇത് അവസാനം ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിനെടുത്ത് അങ്ങോട്ട് ഇടുന്നു, അതിനെടുത്ത് ഇങ്ങോട്ട് ഇടുന്നു, മൊത്തത്തിൽ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ അതല്ല, അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ കുറച്ച് ന്യൂ കമേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് ചിലർ കേട്ടോ, ഞാൻ എല്ലാവരെയും കാടടച്ച് വെടിവെക്കുന്നൊന്നുമില്ല, ചിലർ അങ്ങനെ കിട്ടുന്ന ഭാഗ്യമാണ്. ചില ഡയറക്ടേഴ്സ് ഉണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അവർ വന്ന് കറക്റ്റായിട്ട് ആ സാധനത്തിനെ കറക്റ്റ് രീതിയിൽ ആ പടം ക്രിസ്പായിട്ട്, ലാഗും ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ പോയിരുന്ന ഒരു 10 പ്രാവശ്യം കണ്ട് നമ്മുടെയും കിടി പോയി, അയ്യോ അവിടെ ലാഗ് ഇവിടെ ലാഗ്, ഇതെല്ലാം പറഞ്ഞാണ് ഒരു സിനിമേനെ അവസാനം സിനിമയാക്കി എടുക്കുന്നത്. അല്ല, നമ്മൾ പുറമേ കാണുന്ന ഒരു സാധനമല്ല സിനിമ എന്ന് പറയുന്നത്. ഇത് എല്ലാ പ്രൊഡ്യൂസേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരും പറയലായിരിക്കും. ഇപ്പം ഞാനിരുന്ന് പറയുന്ന പോലെ അത് പറയല, പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ഡയറക്ടേഴ്സിന് ഒരു മോശമാണത്. അയ്യോ ഞങ്ങളെല്ലാം ഇങ്ങനെയാണോ സിനിമ എടുക്കുന്നതെന്നുള്ളൊരു സാധനം വരും. അപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പോയിരുന്ന് കണ്ട് പല സിനിമകളും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് കൂട്ടിപ്പിടിപ്പിച്ച് ഒരു വിധത്തിലാണ് ഇതിനെ ഒന്ന് സിനിമയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രൊഡ്യൂസറുടെ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ കഥ മാത്രം വായിച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് എഗ്രി ചെയ്യുന്ന നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾ
ഒരു പ്ലോട്ട് കേട്ടിട്ട് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഇത് തന്നെ കേട്ടിട്ടാണ് ഈ വരുന്ന ആക്ടേഴ്സ് അഭിനയിക്കാൻ വരുന്നത്. ഈ പറഞ്ഞ സോ കോൾഡ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരും വരുന്നത് ഇത് കൊള്ളാമല്ലോ, ഇത് നമ്മുടെ താരമൂല്യം ഉയർത്തത്തേ ഉള്ളൂ, ഇത് വർക്കാകും. അപ്പം നമ്മളിത് എല്ലാവരുടെയും ഈ ഒരു അഭിപ്രായം കേട്ടിട്ടാണ് നമ്മളും പൈസ മുടക്കുന്നത്. അവസാനം ഇത് ഇങ്ങനെയാണ്. അത് ചീത്തവിളി മൊത്തം അബാ മൂവീസിൻ്റെ പൊട്ടപ്പടം എന്നായിരിക്കും വരുന്നത്. അതിൻ്റെ ഡയറക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഒമർ ലുലു എഴുതി വെച്ചിട്ട് പോയ പോലെ അങ്ങ് മുങ്ങും. മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ഇരുന്ന് പറഞ്ഞതെന്നറിയോ? ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ ഒരു ഡയറക്ടേഴ്സിനെയും വില കുറച്ച് കാണാനോ ഒന്നുമല്ല. യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ അവസാനം പടം ഫ്ലോപ്പായി കഴിയുമ്പോൾ അവരൊക്കെ സ്കിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊരു സാധനം അങ്ങ് എഴുതിയിടുന്നു. കഴിഞ്ഞു, അവരുടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷീല ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന സ്വന്തമായിട്ട് നിലപാടുകളുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും. അവരോട് ഒരുപാട് പേരോട് സംസാരിക്കുകയും ചിലരെയൊക്കെ റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ഇങ്ങനെ ആളുകളുടെ അടുത്തുനിന്ന് അവളൊരു അഹങ്കാരിയാണ് എന്നുള്ളൊരു പേരും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ? മുഖത്ത് നോക്കി അഹങ്കാരിന്നൊന്നും വിളിച്ചിട്ടില്ല, പക്ഷെ പറയുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പം അഹങ്കാരി ആയിരുന്നില്ല. ഇപ്പം ഞാൻ അഹങ്കാരിയാണ്. കാരണം ആണെന്ന് തന്നെ ഞാൻ തന്നെ പറയുകയാണ്. കാരണം എന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ് ഇൻഡസ്ട്രിയും അവിടുത്തെ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം ഞാൻ അനുഭവിച്ച് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് എല്ലാവരും എന്താണെന്നും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്, ഇൻഡിവിജ്വൽസാണ്. അവർക്കിടെയൊക്കെ എന്താ പറയുക, ഓരോ സാധനങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ തിരിച്ചറിയുവാണ് നമ്മൾ എത്രയോ വലുതാണ് എന്ന്. നമുക്ക് നമ്മളെപ്പറ്റി ഒരു കോൺഫിഡൻസ് വരുവാണ്. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഈ അഹങ്കാരം എന്നുള്ളൊരു വാക്ക് പറയാനായിട്ട് മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇത്ര സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ കോൺഫിഡൻസ് ആണ്. എനിക്ക് സിനിമ ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലിരുന്ന് എനിക്ക് ഇത്രയും പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് അഹങ്കരിക്കാം. അപ്പം ഞാൻ ആ നിൽക്കുന്ന പൊസിഷനിൽ എനിക്ക് 13 വർഷം എനിക്ക് നിന്ന് സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും ഹെൽപ്പ് എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഞാൻ സിനിമകൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഓൺ കഴിവ് കൊണ്ടും എൻ്റെ അഹങ്കാരം കൊണ്ടും തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളൂ. അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. അഹങ്കാരം എന്നുള്ളൊരു വാക്ക് എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ തന്നെ എപ്പോഴും കുറച്ച് അഹങ്കാരിയായിട്ട് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ്. ഈ ലോകത്തിൽ നെഗറ്റീവ് അടിപ്പിക്കുന്നവരാണ് കൂടുതൽ. നമ്മളെ എങ്ങനെ താത്താം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊന്ന് അഹങ്കരിച്ചങ്ങ് നിന്നാൽ മതി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ അങ്ങനെയുള്ളവരും ദൂരെ നിന്നോളും. പോസിറ്റീവ് നമ്മളിലേക്ക് വരും. നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്നവർ അടുത്തേക്ക് വരില്ല. ഈ അഹങ്കാരി അല്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് നെഗറ്റീവ് തന്നെയായിരിക്കും ഇട്ട് തരുന്നത്. ഒരഹങ്കാരി ആയി നോക്കിക്കേ, ദൂരെ നിന്ന് അവർ മറ്റുള്ളവരോടെ പറയുള്ളൂ അഹങ്കാരി കേട്ടോ എന്ന്. അത് നമ്മളെ ബാധിക്കുകയൊന്നുമില്ല. ശരിയല്ലേ? ശരിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ടൊരു ഇൻഡസ്ട്രിയിൽ ഒരു 10, 12, 13 വർഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതൊരു സ്ത്രീക്ക്. അപ്പം അടുത്ത ഒരു പ്രോജക്റ്റും ഇനി എന്താണ് ഭാവിയിലേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ? ഭാവിയിൽ ഇപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് നഷ്ടങ്ങൾ വന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്ന സിനിമ അത്യാവശ്യം നമ്മൾ നന്നായി പോകുന്നുണ്ട്. ഇത് ഹാപ്പിയാണ്, ഈ സിനിമയിൽ ഹാപ്പിയാണ്. രവീന്ദ്ര നീ എവിടെ എന്നുള്ള ചിത്രം. മറ്റേത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. അതിന് ശേഷം ഇനി അങ്ങോട്ട് സിനിമ ഒരുപാട് മാറി, സിനിമ മേഖല മാറി, ടെക്നീഷ്യൻസൊക്കെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ്, അതായത് നല്ലതെന്ന് ജനങ്ങൾ അവകാശപ്പെടുന്ന, ഇൻഡസ്ട്രി അവകാശപ്പെടുന്ന ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ പേര് നോക്കി പോലും ആൾക്കാർ സിനിമയ്ക്ക് കയറാൻ തുടങ്ങി. അപ്പം നമ്മൾ കാസ്റ്റിംഗ് മാത്രമല്ല ഇനി നോക്കേണ്ടത്, അപ്ഡേറ്റഡ് ആയി ഒരുപാട്. അപ്പം നമ്മളും അതുപോലെ അപ്ഡേറ്റഡ് ആവണം. സിനിമയിൽ നമ്മൾ കാസ്റ്റിംഗ് മാത്രം നോക്കിയാൽ പോരാ, ടെക്നീഷ്യൻസിൻ്റെ കാസ്റ്റിങ്ങും കൂടെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇനി അങ്ങോട്ട് മുതൽ മുടക്ക് എല്ലാവരും റെമ്യൂണറേഷൻ കൂട്ടി. അപ്പോൾ ഭയങ്കരമായിട്ട് മുതൽ മുടക്കുള്ള ചിത്രങ്ങളിലേക്ക് മാറി ഇപ്പം. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും മുടക്കൊക്കെ ചെയ്ത് ഒരു സിനിമ ഇറക്കുമ്പോൾ അത് നഷ്ടം വന്നാൽ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇനി അങ്ങോട്ട് ഒന്ന് നോക്കി സൂക്ഷിച്ച് അതുപോലെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞല്ലോ ഷെയറിങ്, ഈ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിച്ച്, അതായത് ഇതെന്തൊക്കെ ക്വാളിറ്റീസ് ഇതിൽ കൊണ്ടുവരാൻ പറ്റും, കഥയിൽ, ടെക്നീഷ്യൻസിൽ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ എന്ന് വേണ്ട, സിനിമ പിടിക്കുന്ന ദിവസങ്ങളുടെ ക്വാളിറ്റി പോലും, ഇറക്കുന്ന തിയേറ്ററുകളുടെ ക്വാളിറ്റി സഹിതം മൊത്തത്തിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ക്വാളിറ്റി എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു.
പക്ഷെ അത് എന്ത് ക്വാളിറ്റിയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആരിലാണ് ക്വാളിറ്റി ഉള്ളതെന്നും എന്തിലാണ് ക്വാളിറ്റി ഉള്ളതെന്നും എല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ വലിയൊരു ടാസ്ക്കാണ്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.